ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ് ഡിസൈൻ എന്ന നിലയിൽ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്താണ് എന്നും അതിലെ പ്രോസസ്സുകൾ എന്താണ് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനേഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അക്വാറ്റിക് ലൈഫിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസ് വാട്ടർ ബോഡീസിൽ, അതായത് റിവേഴ്സ്, ലേക്സ്, ഓഷനിലൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെ റീയൂസ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക് സേഫ് ഡിസ്പോസൽ ചെയ്യാൻ പാകത്തിനോ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. അതിന് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഇൻഫ്ലുവന്റ് ഉണ്ടാവും, അതായത് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ ഇൻഫ്ലുവന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ വരുന്ന ട്രീറ്റഡ് ഇൻഡസ്ട്രിയൽ വാട്ടറിനെയാണ് നമ്മൾ എഫ്ലുവന്റ് എന്ന് പറയുന്നത്. ആ എഫ്ലുവന്റ് ആണ് നമുക്ക് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സേഫ് ഡിസ്പോസലിനോ റെഡി ആയിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന സോളിഡ് പാർട്ട്, അതിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇൻപുട്ട് ആയിട്ട് ഇൻഫ്ലുവന്റ് അഥവാ അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ പോകുന്നു ഇൻഡസ്ട്രീസ് എന്നുള്ള, അത് ട്രീറ്റ്മെന്റ് നടക്കുന്നു. ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രീറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വാട്ടർ ആണ്. അത് സേഫ് ഡിസ്പോസലിനോ അല്ലെങ്കിൽ റീയൂസിനോ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതിനെ നമ്മൾ എഫ്ലുവന്റ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് റിമൂവ് ചെയ്ത സോളിഡ് പാർട്ടിനെ നമ്മൾ സ്ലഡ്ജ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ETP ആണ്. മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്: പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആൻഡ് ടേർഷ്യറി ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ETPയിലത്തെ പ്രൈമറി ട്രീറ്റ്മെന്റിൽ മെയിൻ ആയിട്ട് ഫിസിക്കൽ റിമൂവൽ ഓഫ് ലാർജ് സോളിഡ്സ് ആൻഡ് പാർട്ടിക്കിൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് സ്ക്രീനിങ് ചെയ്യാം. ഇറ്റ് റിമൂവ്സ് ലാർജ് ഡെബ്രിസ് ലൈക്ക് പ്ലാസ്റ്റിക്കോ പേപ്പറോ ആർട്ട് സ്ക്രീൻസോ അല്ലെങ്കിൽ ഫൈൻ മെഷോ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ ആണ്. സെഡിമെന്റേഷനിൽ ഹെവിയർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ സ്ലഡ്ജ് ആയി സെറ്റിൽ ചെയ്യും. ലൈറ്റർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിൻ്റെ ഒരു പാട പോലെ ഇങ്ങനെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഗ്രിറ്റ് റിമൂവൽ ആണ്. അതിന് വേണ്ടി പ്രത്യേകം ഗ്രിറ്റ് ചേമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ സാൻഡ്, ഗ്രേവല്, അതുപോലെ ഹെവി മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്ന പ്രോസസ്സസ് ഇതൊക്കെയാണ്: സ്ക്രീനിങ്, സെഡിമെന്റേഷൻ ആൻഡ് ഗ്രിറ്റ് റിമൂവൽ. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിന്റെ ബയോളജിക്കൽ ഡീഗ്രേഡേഷൻ ആണ് സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ നടക്കുന്നത്. ഇപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്ന സ്റ്റെപ്സിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എയറേഷൻ ആണ്. അതായത് എയറോബിക് ബാക്ടീരിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. ഈ എയറോബിക് ബാക്ടീരിയാസ് ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാണ് പ്രോസസ്സ് നടക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്. നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് റിയാക്ട് ചെയ്ത് മൈക്രോബിയൽ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് സെക്കൻഡറി സെഡിമെന്റേഷൻ ആണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ സെപ്പറേറ്റ് ചെയ്ത് ഈ വാട്ടർ അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ടേർഷ്യറി ട്രീറ്റ്മെന്റ് ആണ്. അഡ്വാൻസ്ഡ് റിമൂവൽ ഓഫ് റെസിഡ്യുവൽ പൊല്യൂട്ടൻസ് ഫോർ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് നോക്കാം. ഒന്ന് ഫിൽട്രേഷൻ ആണ്. സാൻഡും കാർബൺ ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഫൈൻ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഫിൽട്രേഷനിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ, അതുപോലെ pH ന്യൂട്രലൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മാറ്റർ കൊയാഗുലേറ്റ് ചെയ്യാണ്. ഫ്ലോക്ക് പോലെ കൊയാഗുലേറ്റ് ചെയ്ത് ഒരുമിച്ച് ചേർന്ന് കൊയാഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അതുപോലെ pH ന്യൂട്രലൈസേഷനിലാണെങ്കിൽ ആൽക്കലി അല്ലെങ്കിൽ ആസിഡ് പ്രസൻസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യണതിനെയാണ് pH ന്യൂട്രലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഉള്ളത് ഡിസിൻഫെക്ഷൻ ആണ്. ഡിസിൻഫെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ക്ലോറിനേഷൻ ചെയ്യും, അതുപോലെ UV ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓസനേഷൻ ചെയ്യാം. ഇതൊക്കെ വഴി പാത്തജൻസിന്, അതായത് ഡിസീസ് ക്രിയേറ്റിംഗ് ഓർഗാനിസത്തിനെയാണ് പാത്തജൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാത്തജൻസിനെ നമുക്ക് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ടേർഷ്യറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സേഫ് ഡിസ്പോസൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വാട്ടർ ആയിരിക്കും. പിന്നെ ടേർഷ്യറി ട്രീറ്റ്മെന്റിൽ വരുന്ന സ്റ്റെപ്പാണ് ന്യൂട്രിയൻ റിമൂവൽ. നൈട്രജൻ അതുപോലെ ഫോസ്ഫറസിനൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂട്രിയൻ റിമൂവലിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യാം. റിവേഴ്സ് ഓസ്മോസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പോൾ പഠിക്കാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ടേർഷ്യറി ട്രീറ്റ്മെന്റ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പാത്തജൻ ഫ്രീ, ന്യൂട്രിയൻ ഫ്രീ, അതുപോലെ സസ്പെൻഡഡ് സോളിഡ് വാട്ടർ റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സേഫ് ഡിസ്ചാർജ് ചെയ്യാനോ പറ്റുന്ന തരത്തിലുള്ള വാട്ടർ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ചും അതിലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ട്രീറ്റ്മെന്റ് സ്റ്റേജസിനെ കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതും അടുത്ത ഭാഗങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ക്ലിക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.